പുരിങ്ങൽകുത്ത് ആനക്കയത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി ബസന്ത് കുമാറാണ് മരിച്ചത്. മാലിന്യ സംസ്കരണത്തിന്റെയും റിസോർട്ടിന്റെയും മറവിൽ ചക്കംകണ്ടം കായൽ നികത്തുന്നതായി പരാതി നൽകുന്നവരെ കള്ളക്കേസിൽ കുടുക്കുന്നതായും ആരോപണം. വഴിയോര കച്ചവടക്കാരെയും വെറുതെ വിടാതെ മോഷ്ടാക്കൾ. വടക്കാഞ്ചേരി മേഖലയിൽ കുപ്പിവെള്ളവും ജ്യൂസ് ബോട്ടിലുകളും ഭക്ഷണ പദാർത്ഥങ്ങളും അപഹരിക്കുന്നത് തുടർക്കഥയാകും. സമ്പൽ സമൃദ്ധിയുടെ പൊൻകണിയൊരുക്കി മലയാളികൾ നാളെ വിഷു ആഘോഷിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനം പുലർച്ചെ 2:42 മുതൽ 3:42 വരെ. വിശദമായ വാർത്തകളിലേക്ക്. പുരിങ്ങൽകുത്ത് ആനക്കയത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് തമിഴ്നാട് സ്വദേശിയായ യുവാവ് മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി 25 വയസ്സുള്ള ബസന്ത് കുമാറാണ് മരിച്ചത്. ഇയാളുടെ കൂടെയുണ്ടായിരുന്ന മറ്റൊരു യുവാവിന് പരിക്കേറ്റു. 5-അംഗ സംഘം 3 ബൈക്കുകളിലായി അതിരപ്പള്ളിയിലേക്ക് വിനോദയാത്രയ്ക്ക് വന്നതായിരുന്നു. അതിരപ്പള്ളി പോലീസാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ദേശീയപാത പുതുക്കാട് സിഗ്നലിന് സമീപം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ടോറസ് ലോറിയും 2 കാറുകളുമാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ടോറസ് ലോറി ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഒരു കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് കയറി. ആർക്കും പരിക്കില്ല. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. മാലിന്യ സംസ്കരണത്തിന്റെയും റിസോർട്ടിന്റെയും മറവിൽ കായൽ നികത്തുന്നതായി പരാതി നൽകുന്നവരെ കള്ളക്കേസിൽ കുടുക്കുന്നതായും ആരോപണം. ഗുരുവായൂർ നഗരസഭ 11-ാം വാർഡിൽ ഉൾപ്പെടുന്ന ചക്കംകണ്ടം കായലോരമാണ് വ്യാപകമായി നികത്തുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നത്. കായലിൽ നിന്ന് വഞ്ചിയിൽ ചളി കൊണ്ടുവന്നാണ് തീരത്ത് നിക്ഷേപിക്കുന്നത്. കഴിഞ്ഞ 1 മാസത്തോളം ഇത്തരത്തിൽ തീരത്ത് ചെളി നിക്ഷേപിച്ച് വലിയ തിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. കാലക്രമേണ ഇത് കരഭൂമിയാക്കി മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നാട്ടുകാരുടെ പരാതി പ്രകാരം റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ഇത് വകവയ്ക്കാതെ നികത്തൽ നിർബാധം തുടരുകയാണെന്നും നാട്ടുകാരനായ RV ഫൈസൽ പറഞ്ഞു. രാത്രിയുടെ മറവിൽ വ്യാപകമായിട്ട് കായൽ നികത്തിക്കൊണ്ടിരിക്കുകയാണ്. വഞ്ചിയിൽ ചെളി കൊടുത്തിട്ടാണ് നികത്തുന്നത്. ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നതല്ലാതെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇതൊരു ശക്തമായ നടപടി ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത് നാട്ടുകാർ. വേലിയിറക്ക സമയത്ത് അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്യുകയാണെന്നാണ് റിസോർട്ട് ഉടമ പറയുന്നത്. എന്നാൽ അനുമതിയില്ലാതെ ഇത്തരം പ്രവൃത്തി നടത്താനാവില്ലെന്ന് വില്ലേജ് ഓഫീസർ സിന്ധു രാജൻ അറിയിച്ചു. മേഖലയിൽ സ്വകാര്യ വ്യക്തികൾ വ്യാപകമായി കായൽ നികത്തുകയും കയ്യേറുകയും ചെയ്യുന്നുണ്ടെന്ന് വാർഡ് കൌൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ AM ഷഫീർ പറഞ്ഞു. നിരവധി തവണ പരാതി നൽകിയിട്ടും ഇത്തരക്കാർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ലെന്നും വാർഡ് കൌൺസിലർ വ്യക്തമാക്കി. റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചതിനു ശേഷം സ്ഥലയുടമ പുഴയിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജന യജ്ഞമാണ് നടക്കുന്നത് എന്നും ഇതിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ബോർഡിലുള്ളത്. കരയിൽ നിക്ഷേപിക്കുന്ന ചളി മഴ പെയ്തു കഴിഞ്ഞാൽ ശുദ്ധ മണ്ണായി മാറുമെന്നും ഇവിടെ പൂന്തോട്ടം ഒരുക്കുമെന്നും സ്ഥലയുടമ പറയുന്നു. ഇനി അങ്ങോട്ട് നമ്മൾ വീതി കൂട്ടിയെടുക്കാനല്ല, ഇനിയുള്ള ചെളി ഇതിന്റെ വീതക്ക്, ഇനി കിട്ടാവുന്ന ചെളിന്റെ വീതക്ക് എടുക്കും. ഈ ലെവല് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തി. പിന്നെ അത് 3-4 മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ചെളി നിറം മാറി നല്ല പഞ്ചാര കളറായി മാറി. അപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെ ഒരു 3-4 തണലമരൽ വെച്ച് കൊടുക്കണം. പുഴഭംഗി ആസ്വദിക്കാൻ വരുന്ന ആളുകൾക്ക് 1-2 ചാരുവഞ്ചി വെച്ച് കൊടുക്കുക. ഏത് കാലത്തും നമ്മളെ ഈ പുഴയോരങ്ങളിൽ ചെളി നിറഞ്ഞ് ഈ കാട് പിടിച്ച് കിടക്കുന്നൊക്കെ നല്ലത് ഒന്ന് വൃത്തിയാക്കി എടുക്കലല്ലേ. ഞങ്ങളെ ഈ ഭാഗത്തെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾക്ക് അതിനുള്ള അവകാശം ഞങ്ങൾക്ക് ഉണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് ഇതിന് ഞങ്ങളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായോ, എന്നിട്ട് ഇതിന്റെ സൊല്യൂഷൻ നിങ്ങൾ ചെയ്യേ. മലിനമായി കിടക്കുന്ന സ്ഥലം മോടി പിടിപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയാണിതെന്നും ഇയാൾ പറയുന്നു. എന്നാൽ ഇത് തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ പരസ്യലംഘനമാണെന്നാണ് നാട്ടുകാരുടെ പരാതി. അപൂർവ ഇനം കണ്ടൽ കാടുകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ചക്കംകണ്ടം കായലോരം. എന്നാൽ വ്യാപകമായി കണ്ടൽ നശീകരണം നടക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. വടക്കാഞ്ചേരി മേഖലയിൽ വഴിയോര കച്ചവടക്കാരെയും വെറുതെ വിടാതെ മോഷ്ടാക്കൾ. കുപ്പിവെള്ളവും സർബത്തും ജ്യൂസ് ബോട്ടിലുകളും ഭക്ഷണ പദാർത്ഥങ്ങളും അപഹരിക്കുന്നത് തുടർക്കഥയാകുന്നു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാർലിക്കാട് പാടശേഖരത്തിന് സമീപം വഴിയോര കച്ചവടം നടത്തുന്നവരാണ് മോഷ്ടാക്കളുടെ ശല്യം മൂലം ദുരിതത്തിലാവുന്നത്. രാത്രി കച്ചവടം കഴിഞ്ഞ് ചെറിയ പെട്ടികളിലും മറ്റുമായി പൂട്ടിയിട്ട് പോകുന്ന സാധന സാമഗ്രികൾ രാവിലെ എത്തിയാൽ അപ്രത്യക്ഷമാകുന്ന സ്ഥിതിയാണ്. പൂട്ട് തകർത്ത് മിനറൽ വാട്ടർ ബോട്ടിലുകളും ജ്യൂസ് ബോട്ടിലുകളും പലഹാരങ്ങളും ഉപ്പിലിട്ട മാങ്ങയും ഉൾപ്പെടെ എല്ലാം മൊത്തമായി അപഹരിക്കപ്പെടും. കഴിഞ്ഞ ദിവസം
വഴിയോര കച്ചവടക്കാരനായ പാർലിക്കാട് സ്വദേശി രാജേഷിന്റെ തട്ടുകടയിലുണ്ടായിരുന്ന 15,000 രൂപയോളം വില വരുന്ന സാധനങ്ങൾ നഷ്ടപ്പെട്ടു. വായ്പയെടുത്തും കടം വാങ്ങിയും സമാഹരിച്ചവ നഷ്ടമായതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് രാജേഷ്. കുറച്ച് നാളായി ഞങ്ങളിവിടെ കച്ചവടം ചെയ്യുന്നു. അപ്പോൾ മറ്റു കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ സാധനങ്ങൾ നിരന്തരം ഇങ്ങനെ മോഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മിനിഞ്ഞാന്നും ഇപ്പോൾ പുറത്തെ കടകളിൽ പോയിട്ടുണ്ട്. കുറേ നാളുകളായി ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രി കാലങ്ങളിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. കാലത്ത് വരുമ്പോൾ രാത്രി 8 മണി 9 മണി വരെയൊക്കെ ചിലപ്പോൾ ഞങ്ങളോട് ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ ശേഷം കാലത്ത് വരുമ്പോൾ 6 മണിയാകുമ്പോൾ വരുമ്പോഴാണ് ഇത് കാണാറ്. മുൻപ് ഡ്രൈവറായിരുന്ന രാജേഷ് വർഷങ്ങൾക്ക് മുൻപുണ്ടായ അപകടത്തെ തുടർന്ന് ഒരു വശം തളർന്ന് കിടപ്പിലായിരുന്നു. പിന്നീട് എഴുന്നേറ്റ് നടക്കാനായതോടെയാണ് 8 വർഷത്തോളമായി വിവിധ കേന്ദ്രങ്ങളിൽ കച്ചവടം ചെയ്തു വരുന്നത്. മേഖലയിലെ മറ്റ് കച്ചവടക്കാർക്കും പറയാനുണ്ട് ഇത്തരം ദുരനുഭവങ്ങൾ. നിർധന വിഭാഗങ്ങളായ തങ്ങളോട് ക്രൂരത കാണിക്കുന്നവരെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ഇവരുടെ ആവശ്യം. TCV വടക്കാഞ്ചേരി. സമ്പൽ സമൃദ്ധിയുടെ പൊൻകണിയൊരുക്കി മലയാളികൾ നാളെ വിഷു ആഘോഷിക്കും. വിഷു പുതുവർഷാരംഭ ദിനം കൂടിയാണ് മലയാളിക്ക്. ഐശ്വര്യത്തിൻ്റെ കുന്നപ്പൂക്കളും കണിവെള്ളരിയുമെല്ലാം കാർഷിക വിളവെടുപ്പിൻ്റെ സമൃദ്ധിയാണ് മലയാളിക്ക് സമ്മാനിക്കുന്നത്. ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ ഓട്ടുരുളിയിൽ പഴങ്ങളും ഉണക്കലരി, നാണയം, പുതുവസ്ത്രം, സ്വർണം തുടങ്ങിയവയും വെച്ച് കണിയൊരുക്കും. പുലർച്ചെ മുതിർന്നവർ കുട്ടികളെ വിളിച്ചുണർത്തി കണി കാണിക്കും. തുടർന്ന് മുതിർന്നവർ എല്ലാവർക്കും കൈനീട്ടം നൽകും. വിഷുവിൻ്റെ വരവറിയിച്ച് വിപണിയും സജീവമായിരുന്നു. നഗരത്തിലെ മാർക്കറ്റുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിഷുക്കണി ഒരുക്കാനായി പലതരത്തിലുള്ള കൃഷ്ണവിഗ്രഹങ്ങളും വിപണിയിൽ എത്തിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി ലോഡ് കൂടുതലെത്തിയതിനാൽ പച്ചക്കറികൾക്ക് കഴിഞ്ഞ ദിവസത്തേക്കാൾ നേരിയ തോതിൽ വില കുറഞ്ഞിട്ടുണ്ട്. പടക്കക്കടകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുലർച്ചെ 2:42 മുതൽ 3:42 വരെ 1 മണിക്കൂറാണ് വിഷുക്കണി ദർശനം. പുലർച്ചെ 2:15 മുഖമണ്ഡപത്തിലെ വിളക്കുകൾ തെളിയിക്കും. മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി പുലർച്ചെ 2 മുറിയിൽ കണി കണ്ടതിന് ശേഷം ആദ്യം ഗുരുവായൂരപ്പനെ കണി കാണിക്കും. നാളികേര മുറിയിൽ നെയ്വിളക്ക് തെളിയിച്ചാണ് ഗുരുവായൂരപ്പനെ കണി കാണിക്കുക. ഗുരുവായൂരപ്പനെ കണി കാണിച്ച ശേഷം കിഴക്കേ ഗോപുരവാതിൽ തുറന്ന് കണി കാണാനുള്ള ഭക്തരെ പ്രവേശിപ്പിക്കും. ശ്രീലകത്തും നാലമ്പലത്തിന് അടുത്തുള്ള നമസ്കാര മണ്ഡപത്തിലുമാണ് കണിക്കോപ്പ് ഒരുക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്നതിൽ അഭിഭാഷകർ വഹിക്കുന്ന പങ്ക് വലുതാണെന്ന് മന്ത്രി അഡ്വക്കേറ്റ് പി രാജീവ് അഭിപ്രായപ്പെട്ടു. കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യൻ ഭരണഘടനയെ മറ്റ് ഭരണഘടനകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് മാനുഷികതയാണെന്നും മന്ത്രി പറഞ്ഞു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ബിനോയ് അധ്യക്ഷനായിരുന്നു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് KN ആശയ്ക്ക് ബാർ അസോസിയേഷൻ നൽകിയ സ്നേഹാദരവ് മന്ത്രി കൈമാറി. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്പെഷ്യൽ ജഡ്ജ് V വിനീത മുഖ്യാതിഥിയായിരുന്നു. കൊടുങ്ങല്ലൂർ മുൻസിഫ് K കാർത്തിക, ജഡ്ജി R റീജ, നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് DT വെങ്കടേശ്വരൻ, ബാർ കൗൺസിൽ മെമ്പർ അഷ്റഫ് സാബാൻ എന്നിവർ പങ്കെടുത്തു. പാവറട്ടി തിരുനാളിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പഞ്ചായത്തിൽ ചേർന്ന വിവിധ സർക്കാർ വകുപ്പുകളുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. പാവറട്ടി സെന്ററിലും പരിസര പ്രദേശങ്ങളിലുമായി 5 ഇടങ്ങളിൽ പഞ്ചായത്ത് കുടിവെള്ള സൗകര്യം ഒരുക്കും. മറ്റിടങ്ങളിൽ തീർത്ഥകേന്ദ്രം അധികൃതരും സൗകര്യങ്ങൾ ഒരുക്കും. ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡ് വരും ദിവസങ്ങളിൽ പരിശോധനയ്ക്ക് ഇറങ്ങും. പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കൊമ്മേരി അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് MM റിജീന, തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, വൈസ് പ്രസിഡന്റ് ഷീബ തോമസ്, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി നഗരസഭയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വിഷു ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങൾ എത്തിയിട്ടും വേതനം ലഭിച്ചില്ലെന്ന് ആക്ഷേപം. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നഗരസഭയ്ക്ക് നൽകേണ്ട തുക അനുവദിക്കാത്തതിനാലാണ് വേതനം നൽകാൻ കഴിയാത്തതെന്ന് ഭരണസമിതി അംഗങ്ങൾ പറയുന്നു. 4 കോടിയോളം രൂപയുടെ തൊഴിലുറപ്പ് പദ്ധതി ആക്ഷൻ പ്ലാനിനാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നഗരസഭ രൂപം നൽകി സർക്കാർ അംഗീകാരം ലഭിച്ചത്. ഇതിൽ 1.15 കോടി രൂപ മാത്രമാണ് സർക്കാർ അനുവദിച്ചത്. സാമ്പത്തിക വർഷത്തിന്റെ അവസാനം മാർച്ച് 25-ന് 15 ലക്ഷം രൂപ അനുവദിച്ചതായി ഉത്തരവ് വരികയും അന്ന് തന്നെ നഗരസഭ ഈ തുകയ്ക്കുള്ള ബിൽ ട്രഷറിയിൽ സമർപ്പിക്കുകയും ചെയ്തെങ്കിലും തുക പാസാക്കാതെ പെൻഡിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ഇത് ഏപ്രിൽ മാസത്തിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ബിൽ തിരിച്ചുവിടുകയാണെന്ന വിവരം ലഭിക്കുന്നത്.
ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വിഷുത്തലേന്ന് താമരക്കഞ്ഞി കഴിക്കാൻ എത്തിച്ചേർന്നത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ. 40 വർഷത്തിലധികമായി എല്ലാ വർഷവും ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ വിഷുത്തലേന്ന് മുടങ്ങാതെ നൽകുന്നതാണ് താമരക്കഞ്ഞി. ക്ഷേത്രത്തിലെ പ്രധാന മാലക്കഴകക്കാരായ തെക്കേ വാര്യത്തുകാരുടെ പൂർവികരിൽ നിന്നാണ് താമരക്കഞ്ഞിയുടെ ഉത്ഭവം. താമരമാല കെട്ടുന്നവർക്കുള്ള കഞ്ഞി എന്ന നിലയിലാണ് താമരക്കഞ്ഞി പ്രസിദ്ധമായത്. ഏഴ് വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 6 വർഷം തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി രവിചന്ദ്രാണ് ഉത്തരവിട്ടത്. ആളൂർ സ്വദേശി കീഴാട്ടിൽ ചന്ദ്രനെയാണ് കോടതി ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. UDF തൃശൂർ മണ്ഡലം സ്ഥാനാർത്ഥി കെ മുരളീധരൻ നാട്ടിക നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. കിഴപ്പള്ളിക്കരയിൽ നടന്ന പര്യടനം സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് ഉദ്ഘാടനം ചെയ്തു. KPCC വർക്കിംഗ് ചെയർമാൻ TN പ്രതാപൻ MP, ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF നേതാക്കളായ KA ഹാറൂൺ റഷീദ്, PI ഷൌക്കത്ത് അലി തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനെത്തിയ ബാങ്ക് ജീവനക്കാരിയെ വളർത്തുനായ കടിച്ചു പരിക്കേൽപ്പിച്ചു. പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റ് സംഗീതയെയാണ് ചാപ്പാറ മുത്തിക്കടവിലുള്ള വീട്ടിൽ വെച്ച് നായ കടിച്ചത്. പരിക്കേറ്റ ബാങ്ക് ജീവനക്കാരി കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിന്റെ ഭാഗമായി പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തി. പാവറട്ടി സെന്റർ, മരതിയൂർ, വെന്മേനാട്, എളവള്ളി പഞ്ചായത്തിലെ വാഗ പ്രദേശങ്ങളിലാണ് പോലീസ് റൂട്ട് മാർച്ച് നടത്തിയത്. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ R രഞ്ജിത്ത്, SI D വൈശാഖൻ, ASI സജീവൻ എന്നിവർ റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി. CRPF അംഗങ്ങൾ മാർച്ചിൽ പങ്കെടുത്തു. മുല്ലശ്ശേരി നല്ലിടയന്റെ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നു. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ മാർട്ടിൻ കുളമ്പ്രത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ സോളിത്തട്ടിൽ സഹകാർമ്മികനായിരുന്നു. ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോസ് എടക്കളത്തൂർ മുഖ്യ കാർമ്മികനാകും. ഫാദർ റോയ് ജോസഫ് വടക്കൻ തിരുനാൾ സന്ദേശം നൽകും. മെത്രാഭിഷേകത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന് മാള പൗരാവലി സ്വീകരണം നൽകി. 70ഓളം സംഘടനാ പ്രതിനിധികൾ വസ്ത്രങ്ങൾ ഹാരമായി നൽകിയാണ് ആദരിച്ചത്. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നിലയിലാണ് മാള പൗരാവലി ഇത്തരത്തിൽ സ്വീകരണം ഒരുക്കിയത്. സാരിയും മുണ്ടുമടക്കമുള്ള വസ്ത്രങ്ങളാണ് ഇതിനായി വിവിധ സംഘടനാ പ്രതിനിധികൾ കൊണ്ടുവന്നത്. യോഗത്തിൽ മാള പൗരാവലി പ്രസിഡന്റ് ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത്, VR സുനിൽകുമാർ MLA, മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ തുടങ്ങിയവർ പങ്കെടുത്തു. മലയാളം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വിഷുവിനോടനുബന്ധിച്ച് തെരഞ്ഞെടുത്ത 125 കുടുംബങ്ങൾക്ക് വിഷു കിറ്റ് വിതരണം ചെയ്തു. രക്ഷാധികാരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ലിൻഡ വിനോദ്, രക്ഷാധികാരി സത്യൻ മേലേടത്ത്, മജീദ് പൊക്കാക്കില്ലത്ത്, പ്രസിഡന്റ് പ്രവീൺ കാട്ടുങ്ങൽ എന്നിവർ പങ്കെടുത്തു. വ്യത്യസ്തമായിട്ട് ഓണം, വിഷു അവസരങ്ങളിൽ ഈ ഭാഗത്തുള്ള ചേർപ്പ് എട്ടുമന പുട്ടുച്ചിറയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് സ്വദേശി നടരാജനാണ് മരിച്ചത്. എട്ടുമനയിലും സമീപ പ്രദേശങ്ങളിലും കൂലിപ്പണിയുമായി 40 വർഷമായി കഴിയുന്ന നടരാജൻ കടവരാന്തകളിലാണ് അന്തിയുറങ്ങിയിരുന്നത്. ചേർപ്പ് പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കോമരമായി സേവനം അനുഷ്ഠിച്ചുവരുന്ന കാഞ്ചിയത്ത് ലക്ഷ്മണൻ നായരെ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ക്ഷേത്രം തന്ത്രി കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണി നായർ, സമീപ ക്ഷേത്രങ്ങളിലെ വെളിച്ചപ്പാടുമാരുമായ ശങ്കരൻകുട്ടി നായർ, ഉല്ലാസ്, വിനോദ്, മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടക്കമ്പൽ കാഞ്ഞിരത്തിങ്കൽ മൂലേപ്പാട് പള്ളിക്ക് സമീപം കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ജൽജീവൻ പദ്ധതിക്കായി സ്ഥാപിച്ച പൈപ്പുകളുടെ നിലവാരക്കുറവാണ് പൈപ്പ് പൊട്ടാൻ കാരണമാകുന്നതെന്ന് ആരോപണമുണ്ട്. അറ്റകുറ്റപ്പണി നടത്തി കുടിവെള്ളം പാഴാകുന്നതിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാലിശ്ശേരി ക്ഷീരോത്പാദക സഹകരണ സംഘം ക്ഷീരകർഷകർക്ക് വേനൽക്കാല ആശ്വാസ വിതരണം നടത്തി. വിതരണോദ്ഘാടനം പട്ടാമ്പി PNI സൂപ്പർവൈസർ ഹെഡ് ഊർമിള നിർവഹിച്ചു.
ചാലിശ്ശേരി ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റ് പി വി സുനിൽ അധ്യക്ഷനായിരുന്നു. ക്ഷീരസംഘം സൂപ്പർവൈസർ രേഷ്മ, ഡയറക്ടർ ബോർഡ് മെമ്പർ ബാബുരാജ് എന്നിവർ സംസാരിച്ചു. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനായിരുന്നു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് നടന്ന പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഗുരുവായൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശത്തിന്റെ ആഭിമുഖ്യത്തിൽ വിഷു സംഗമം സംഘടിപ്പിച്ചു. പകൽ വീട്ടിൽ നടന്ന സംഗമം നഗരസഭാ ഉപാധ്യക്ഷ അനീഷ് പാഷനൂച്ച് ഉദ്ഘാടനം ചെയ്തു. സ്നേഹസ്പർശം വൈസ് പ്രസിഡന്റ് കെ വി രാധാകൃഷ്ണ വാര്യർ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി പി പി വർഗീസ്, ജോർജ് പോൾ നീലങ്കാവിൽ, അനിൽ കല്ലാറ്റ്, ഇന്ദിര സോമസുന്ദരൻ, പ്രഹ്ലാദൻ മാമ്പറ്റ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊരിങ്ങൽകുത്ത് ആനക്കയത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി ബസന്ത് കുമാറാണ് മരിച്ചത്. മാലിന്യ സംസ്കരണത്തിന്റെയും റിസോർട്ടിന്റെയും മറവിൽ ചക്കംകണ്ടം കായൽ നികത്തുന്നതായി പരാതി നൽകുന്നവരെ കള്ളക്കേസിൽ കുടുക്കുന്നതായും ആരോപണം. വഴിയോര കച്ചവടക്കാരെയും വെറുതെ വിടാതെ മോഷ്ടാക്കൾ. വടക്കാഞ്ചേരി മേഖലയിൽ കുപ്പിവെള്ളവും ജ്യൂസ് ബോട്ടിലുകളും ഭക്ഷണ പദാർത്ഥങ്ങളും അപഹരിക്കുന്നത് തുടർക്കഥയാകുന്നു. സമ്പൽ സമൃദ്ധിയുടെ പൊൻകണിയൊരുക്കി മലയാളികൾ നാളെ വിഷു ആഘോഷിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനം പുലർച്ചെ 2:42 മുതൽ 3:42 വരെ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.